ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ മണി ബ്ലാസ്റ്റ് വീക്കെൻഡ് അല്ലേ? എല്ലാവരും ബാങ്ക് വീക്ക് മണി ബോക്സ് എക്സ്പെക്ട് ചെയ്ത് നിന്ന സമയത്ത് ബോക്സിന് പകരം ബിഗ് ബോസ് വേറെ 7ന്റെ പണി വെച്ചു. സംഗതി എനിക്കിട്ടുള്ള കൊട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് കഴിഞ്ഞ വട്ടം ഒരുത്തൻ മണി ബോക്സ് എടുത്ത് ഓടിയത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയുന്നു. അതെ, 5 അല്ല 3.5 മിനിറ്റ്. അപ്പൊ ബിഗ് ബോസിന് ഒരു കാര്യം മനസ്സിലായി, ഈ സീസണിൽ 1 മിനിറ്റ് കൊണ്ട് ഓടാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ആളുകൾ ആ വീട്ടിനകത്തുണ്ട് എന്നുള്ളത്. കാരണം അതിൽ നോറിയും പലപ്പോഴായിട്ട് നെവിനൊക്കെ ഈ മണി ബോക്സിനെ കുറിച്ച് സംസാരിച്ചപ്പോ ബിഗ് ബോസ് കളി മാറ്റി കളിച്ചു. അവരുടെ പ്ലാൻ പൊളിച്ചു. അതായത് ഇല്ലെങ്കിൽ കണ്ടന്റ് പോയില്ലേ. കഴിഞ്ഞ ഞാൻ ഈ 1.5 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് എടുത്ത് ഓടിയപ്പോ അവർക്കൊന്നും പറ്റി, കണ്ടന്റ് ഇല്ല. 3-4 ദിവസം ഓടിക്കാൻ വേറെ വഴിയില്ല. അപ്പൊ ഇപ്രാവശ്യം അതൊരു കണ്ടന്റ് ആക്കി ഒരാഴ്ച അങ്ങനെ ഓടിക്കാന്നുള്ളതാണ് അവരുടെ പ്ലാന്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് ഗുഡ്, രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അവർ എക്സ്പെക്ട് ചെയ്ത സാധനം പോയപ്പോ അവരൊന്ന് ചാർജ് ആയി എല്ലാവരും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ശോകമൂകമായിരുന്നു. എന്തുകൊണ്ട്? അത് കാരണം വേറെ ഒന്നല്ല, നെവിൻ സ്വിച്ച് ഓഫ് ആണ്. നെവിൻ സൈലന്റ് മോഡാണ്, മ്യൂട്ട് മോഡാണ്. ആര്യനില്ലാത്തത് ഭയങ്കരമായിട്ട് അറിയാണ്ട്. ആര്യനില്ലാത്തൊരു വേക്കൻറ്റ് സ്പേസും അതിന്റെ മുകളിൽ ഈ പറഞ്ഞ നെവിൻ മ്യൂട്ട് മോഡും കൂടി ആയപ്പോഴത്തേക്ക് എല്ലാം തീർന്നു. അക്ബർ പിന്നെ എന്തൊക്കെയോ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അനീഷ് ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്ന സമയത്ത് ഇയാൾക്ക് ഭ്രാന്താണോന്ന് ചോദിച്ചാൽ അക്ബർ ഇന്ന് പലപ്പോഴായിട്ട് ആ ഊഞ്ഞാലിരുന്ന് പാട്ട് പാടുന്നു, ഒറ്റയ്ക്ക് വർത്താനം പറയുന്നു. ഏകാന്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത എഫക്റ്റാണ്. ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സീനില്ല. അപ്പൊ അങ്ങനെ ആകെ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് അക്ബറിനെയും കിളിവെട്ടിയ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊക്കെ പട്ടാ ഗേൾസ് പ്ലസ് ഹിറ്റ്ലർ മാധവൻകുട്ടി പ്ലസ് അനീഷ് അവര് ഭയങ്കര ഓണായി, ഭയങ്കര ചാർജ് ചെയ്തു. തുടരും പിന്നെ ഇതിനൊക്കെ ഇടയിലാണ്. തുടരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന്റെ സെന്ററിൽ ഒരു പോയിന്റ് വരച്ച ആ നടുവിലാണ്. തുടരും ഓന് തോന്നുമ്പോ അപ്പുറത്തേക്കും ചാടും, ഓന് ഇപ്പുറത്തേക്കും ചാടും. ഓന് തോന്നുന്ന കൊമ്പിക്കും ചാടി കളിക്കും. തുടരും ഒരു അതിന് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അനീഷ് ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവായ മറ്റേ ടീമിനൊപ്പം അവരൊപ്പം കയറി മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഷാനവാസും അനീഷും മച്ച ബ്രൻഡുക്കളാണല്ലോ, ബ്രൻസ് ആണ് അവര്. ആൻഡ് അത് മാത്രമല്ല അനുമോളൊപ്പം കൂടിയിട്ട് റൊമാൻസ് ഉണ്ട്. അതെ, ഇപ്പൊ അനുമോൾ അനീഷ് റൊമാൻറ്റിക് സീനുകളാണല്ലോ നമ്മൾ കാണുന്നത്. ബിഗ് ബോസും അതിന് ലാസ്റ്റ് ലാലേട്ടൻ ഇട്ടുകൊടുത്ത് ഈ ഒരാഴ്ചന്റെ തുടക്കത്തിൽ അത് ഇട്ടുകൊടുത്തപ്പോ രസമല്ല. അനുമോളും ആദിലും തമ്മിലുള്ള ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആദില് ചോദിക്കുന്നത് നീ കാര്യമായിട്ടാണോന്ന് ചോദിക്കുന്നത്. അനുമോള് ഞാനോ അതൊക്കെ രസമല്ലേ എന്നുള്ള ലൈനിലാണ് ആര് പിടിച്ചിട്ടുള്ളത്, അനുമോള് പിടിച്ചിട്ടുള്ളത്. വോട്ടെവർ അനുമോളത് എങ്ങനെ പിടിച്ചു. അപ്പൊ അനീഷ് എന്ത് ചെയ്തു, ഒരു സൈഡിൽ ഇപ്പുറത്ത് അനീഷ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്, അനീഷ് ബ്ലഷ് ചെയ്യുന്നുണ്ട്, എൻജോയ്. സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ബിഗ് ബോസിൽ ഈ അനീഷിനെ കയറ്റിയത്. അതുമൊക്കെ ആള് മാറി. ഇപ്പോ സ്ത്രീകൾ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിൽ, അവർ സാരി എടുത്തൊന്നും ആ സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഭയങ്കരമായിട്ടുള്ള ചേഞ്ചാണ് അനീഷിന് വന്നിട്ടുള്ളത് ഈ സീസണിൽ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നെവിന്റെ സങ്കടം പറച്ചിലാണ്. അക്ബർ പറയുന്നത് നീ ഇങ്ങനെ ഡൗൺ ആയിരിക്കല്ലേ, ലാസ്റ്റ് 2 വീക്കല്ലുള്ളൂ. പണപ്പെട്ടിന്റെ കാര്യമാണ്, ഭയങ്കര ഡെസ്പാണ് ആ കാര്യത്തിൽ അയാള്. ഓക്കെ, പണപ്പെട്ടി എടുക്കാൻ പറ്റില്ലല്ലോ നെവിന്. അപ്പൊ ആര്യൻ അക്ബറിനെ ഉപദേശിച്ച കാര്യമാണ് ഇപ്പൊ അക്ബർ നെവിനെ ഉപദേശിക്കുന്നത്. കുറച്ച് ആഴ്ചകളേ ഉള്ളൂ ഡൗൺ ആവണം എന്നുള്ള സംഗതി. അല്ലെങ്കിൽ ഈ വീട്ടിലുള്ളവർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ലാലേട്ട വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവർക്കും ചില ആഴ്ചകൾ അനുമോളായിരിക്കും, ചില ആഴ്ച ഞാനും നീയും ആയിരിക്കും. അത് ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഇത് കഴിഞ്ഞ സാറ്റർഡേ എപ്പിസോഡിൽ ആര്യൻ അക്ബറിനോട് പറഞ്ഞതാ. അത് അക്ബർ ഇപ്പൊ ആരോട് അടിച്ച്, നെവിനോട് അടിച്ചു കൊടുത്ത്. അതേസമയം അപ്പുറത്ത് അവിടെ പാലുകാച്ചൽ, ഇവിടെ മറ്റേ ആത്മഹത്യ, അവിടെ പാലുകാച്ചൽ, ഇവിടെ കയറ് പിരിയില്ല. ഈ പരിപാടിയാണ് നമ്മൾ കണ്ടത്. അപ്പുറത്തപ്പോ അനുമോളുടെയും നമ്മളുടെ അനീഷിന്റെയും കോംബോ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ അതെ ആദിലും ബാക്കി ടീമുകളൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ ഒരു ആ ഫേസാ ഞാൻ ആലോചിച്ചു നോക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ തമാശക്കാണെങ്കിൽ പോലും അപ്പുറത്തെ ആര്യനും ഗിസയിലും ഉള്ള സമയത്ത് എത്രത്തോളം സദാചാരം പറഞ്ഞ് നടന്ന ആളുകളാ അവര്, അല്ലേ? ഈ അനുമോൾ തന്നെയാണല്ലോ ഇപ്പൊ ഈ ഒരു സ്കീം ഉണ്ടാക്കി കൊണ്ടുവന്നതും അത് ഏറ്റുപിടിച്ച ആളുകളൊക്കെയാണ് ഇവരൊക്കെ. ഹിപ്പോക്രസിയുടെ ഒരു ഹൈറ്റ്സ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ഇപ്പൊ ഷീ ഹെർസെൽഫ് എന്ത് ചെയ്യുന്നു, ഇനീഷ്യേറ്റ് ചെയ്യുന്നു കോമ്പോന് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്യുന്നു. ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന അനീഷ് ഇത് എൻജോയ് ചെയ്യുന്നു. ഗ്രൂപ്പിസത്തിന് വേണ്ടി എതിര് നിന്ന ഷാനവാസ് അടക്കം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു.
കുടുംബാസൂത്രണം പ്രൊമോട്ട് ചെയ്യാ ഭീകര ഐറ്റം. ഇതേ ഷാനവാസാണ് മറ്റേ അപ്പാനി ശരത്തിന്റെയും ബിൻസിന്റെയും കാര്യം പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് ഒച്ചമുളി ഉണ്ടാക്കിയത്. തമാശക്കാണ്. അപ്പൊ ഇവരെ സൈഡിൽ നിന്ന് ഇവരെ ഗ്യാങ്ങിലാവുമ്പോ അവർക്ക് അത് ഫൺ. ശരിക്കുള്ള റിയൽ പുള്ളി ഗ്യാങ് എന്ന് പറയുന്നത് ഇവരാണ്. വെറുതെ ബാക്കിയുള്ളവർ പുള്ളി. പുള്ളി ഗ്യാങ്. അത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടാണ് ആ വീടിനകത്തും പുറത്തും പോയി അവരുടെ കാര്യങ്ങൾ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ. പിന്നെ അതിനുശേഷം ടീം തിരിച്ചു. നമ്മളെ നൂറയാണ് ക്യാപ്റ്റൻ. ടീം തിരിച്ച സമയത്ത് വെരി എവിഡന്റ് ആണ് ടിക് ഫോർ ടാക്ക്. അവര് ഫുഡ് ഉണ്ടാക്കാൻ കയറി. എസ്പെഷ്യലി അനുമോൾ ആൻഡ് ആദില സാബുമാനെ പിടിച്ച് ഡമ്മി പോലെ അവർ ക്യാപ്റ്റനാക്കി വിടുകയും ചെയ്തു. ബിക്കോസ് അനുമോളെ അത് ഭരിക്കൂ. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ പ്രമോല് നിങ്ങൾ നോക്കിയാൽ മതി ആദില അനുമോളും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. നാളെ നമുക്ക് കാണാം. പറയുന്നുണ്ട് അനുമോളതിന് ശേഷം അതിലെ പണിയെടുക്കില്ല മടിച്ചാണ്. അതിനൊരു ഗ്ലിംസ് നമുക്ക് തന്നെ കിട്ടിയിരുന്നു എപ്പിസോഡിൽ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് തമാശക്കാണെങ്കിൽ നൂറേനോട് പറയുന്നുണ്ട് പണിയെടുക്കില്ല എന്നൊക്കെ കുറച്ചൊരു കോൺവെർസേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും അടുക്കളയിൽ ഇവര് ഫ്ലോറും ടോയ്ലറ്റും ആയിട്ട് അനീഷും ഷാനവാസും. അവിടെയും ഞാനൊരു കാര്യം ആലോചിച്ചു. അല്ല, ഷാനവാസിന് വെരി സീരിയസ് സീനായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ഷാനവാസിന് ഹി ഹിംസെൽഫ് അത് ഓപ്റ്റ് ചെയ്യില്ല. ഏത് ഈ സാധനം ഓപ്റ്റ് ചെയ്യാൻ പോണില്ല പണി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അയാൾ എൻജോയ് ചെയ്തിട്ട് അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്ര സീരിയസ് അല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോ നമ്മളുടെ സീസണിനകത്താണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ളത്. സിജോ, ഞാന്, അപ്സര, എല്ലാവർക്കും ഊരാ പോയി പ്രശ്നങ്ങൾ ഹോസ്പിറ്റലിൽ പോക്ക് തിരിച്ചു വരും ഭയങ്കര സീനാണ്. ലാസ്റ്റ് 5-6-7 ആള് ആ ടൈമിൽ ഒരു 10 ആളിൽ താഴെ ആളുകളുള്ള സമയത്ത് തന്നെ ഇപ്പൊ നമ്മളെ പോലുള്ളവര് വീട്ടിലുള്ളപ്പോ അവര് നമ്മളെ പണിയും കൂടി എടുത്തിരുന്നു. ആ ടൈം ഇപ്പൊ ബോണ്ട് ബിൽഡ് ആയിട്ട് നമ്മളെ പണിയും കൂടി അവരെടുത്തിട്ട് പണികളിൽ നിന്ന് നമ്മളെ മാറ്റും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പണികൾ മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഡബിൾ പണി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടിയും കൂടി ബാക്കിയുള്ളവർ പണി എടുത്തിട്ടുണ്ട്. ഇത് ഇത്ര വലിയ പെങ്ങന്മാരാണ്. ഇത് ആങ്ങളയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇത്ര വലിയ ബോണ്ടാ. എന്താ പിന്നെ അയാളെ പണി എടുപ്പിക്കാതെ നൂറ പറയാണ് ഞാൻ ക്യാപ്റ്റനാണ്, എന്നാലും ഞാൻ പണിയെടുക്കാം, ഷാനവാസ്ക്ക് പണിയെടുക്കണ്ട, ഷാനവാസിന്റെ പണിയെടുക്കാൻ ഞാൻ എടുക്കാം, അതൊന്നും ഇല്ല ഇവിടെ. അപ്പൊ ദാറ്റ് ഷോസ് ഈ സീസണിൽ ഇവരൊന്നും തമ്മിൽ എന്തില്ല, ഒരു ജെനുവിൻ ബോണ്ടോ സാധനങ്ങളോ ബോണ്ടയോ ഇല്ല. ഓക്കെ, അപ്പൊ കാര്യത്തിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവത്തില് നല്ലതാണ്. കാരണം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ ഇമോഷണൽ ബോണ്ടുകളോ ഒന്നും ഇല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആണ്. കഴിഞ്ഞ ഇറങ്ങി പോവാ ആ വഴിക്ക്, ഒരു സീനും ഇല്ല. വേറെ എനിക്ക് തോന്നുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ ഇറങ്ങി പോയവർക്ക് ഇമോഷൻ കൂടുതൽ ഉണ്ടായിരുന്നത്. ബിൻസി, ഷാരിക, ശൈത്യ, ഇവർക്കായിരുന്നു കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത്. നമ്മളെ ജിഷിൻ, അവർക്കൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. ജിസേല്, ഇവർക്കൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു വീടിനോടും ബാക്കി കണ്ടസ്റ്റൻസിനോടും. ഇപ്പൊ നിൽക്കുന്നവർക്കൊന്നും പരസ്പരം ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒരു തേങ്ങയില്ല. അവരങ്ങനെ അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളെ അക്ബറിനെയും ആര്യനെയും പിടിച്ചിട്ട് അക്ബറിനെയും നെവിനെയും പിടിച്ചിട്ട് വെസൽ ടീമിലിട്ടു. അപ്പൊ തന്നെ അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ കഴിഞ്ഞ വട്ടം നമ്മളോട് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ ബാക്കി കാഷ്വൽ സാധനങ്ങളുടെ, അതായത് വലിയ അല്ലെ കണ്ടന്റ് ആക്കാൻ, ക്രിഞ്ച് എന്ന് പറയാൻ പറ്റില്ല, അവര് നമ്മളത് എൻജോയ് ചെയ്യും. ഇതിനകത്തെത്തുമ്പോ നമ്മൾ എൻജോയ് ചെയ്യും. പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്ന ഒരു ഐറ്റമാണ്. അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടി. അതിനുശേഷം ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ പോയ ആളുകൾ എന്നുള്ള നിലയ്ക്ക് അനുമോളും നെവിനും. ഓക്കെ, അതിനവർക്ക് മുട്ട കിട്ടി. അതിന് താങ്ക്സ് പറയാൻ പറഞ്ഞപ്പോൾ അവരൊന്ന് താങ്ക്സ് പറഞ്ഞു. നെവിൻ പലപ്പോഴായിട്ട് ജനങ്ങളോട് താങ്ക് യു പറയുന്നതിന് വരെ ഏഷ്യാനെറ്റിനും എൻ്റെ മോശമായിട്ടും വാരി വെതറി കൊടുക്കുന്നുണ്ട് താങ്ക്സ്. ജനങ്ങൾക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അത് കൊടുത്തിട്ടില്ല. അത് അതർ കൈൻഡ് ഓഫ് സാധനങ്ങളാണ് കൊടുത്തത്. ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഒന്നുകൂടി സോപ്പിട്ടാൽ. ബിക്കോസ് 8 ആഴ്ചകളിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ടോപ്പ് 5 കൺഫേം ബെർത്താണത്. കാരണം എന്താ പറയാ, 8 ആഴ്ച പോയിട്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കി. ശരിക്കും ഇതിൽ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് അനീഷിനാ. 5 ആഴ്ചയെ പോയിട്ടുള്ളൂ, വോട്ട് ബാങ്ക് ഇല്ല. അതായത് നമ്മള് എവിക്ഷന് കയറിയാലേ നമുക്ക് വോട്ട് ബാങ്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഇയാൾ 5 ആഴ്ച മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഡിസഡ്വാൻറ്റേജ് ഫോർ അനീഷ്. അനുമോള് പിന്നെന്താ പറയാ, എല്ലാ ആഴ്ചയും വരണം എന്നുള്ളത് അനുമോളിലും കൂടി ആവശ്യമാണ്. ഇല്ലെങ്കിൽ പി ആറിന് പണി കുറയൂല്ലോ. ഇപ്പൊ പണി സെറ്റായി, പണി കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാവർക്കും. ഇപ്പൊ നെവിനും അനുമോളും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ വോട്ട് ബാങ്ക് ഉള്ള 2 ആളുകൾ. ഓക്കെ, അവർക്ക് ഇപ്പൊ ടോപ്പ് 5 പോയാലും ആ വോട്ട് ബാങ്കിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും.
സോ 8 ആഴ്ച പോയി എന്നുള്ളതല്ല, ദേ ഗോട്ട് ആൻ അപ്പർ ഹാൻഡ്, ദേ ഗോട്ട് ആൻ അഡ്വാൻറ്റേജ്. അതാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ ഒരു സൈഡിൽ അത് കഴിഞ്ഞിട്ട് പോയി. ഇമോഷണലായി നെവിൻ ഭയങ്കര ഇമോഷണൽ. അത് മാത്രമല്ല, അനീഷിന്റെ സ്പീച്ച് എടുത്തു. അതായത് അനീഷ് കേറിയ സമയത്ത് വീട്ടിലാരും കേട്ടില്ല, ആരും വീട്ടിലേക്ക് വരണം. ആ അനീഷ് എന്നൊക്കെ മാറിയിട്ടോ ഇയാള് ഒരുപാട്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര നമ്മളെ തന്നെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അല്ലെ ഒരു സുഖം തോന്നുന്ന രീതിയിൽ അയാളുടെ ഒരു ഫേക്ക്നെസ് തോന്നിയില്ല, ഇല്ലല്ലോ, ജെനുവിൻ ആയിട്ട് പറയുന്ന ഒരു ഫീലാണ്. കുറച്ചുകൂടി ഓർഗാനിക് ആയി. ഇതുവരെ അയാള് ഇപ്പൊ നീ ആ വീടിനകത്ത് പഠിച്ചു വന്ന സാധനത്തിന് ഓർബിറ്റ് ചെയ്തു. ഇതുവരെ ആയില്ല, ഇനിയിപ്പോ ഒന്നും ഇല്ല വിചാരിച്ചു നിക്കോ. ഇനിയിപ്പോ ഇപ്പൊ അത് മാറി, ഇപ്പൊ അതൊക്കെ മാറിയിട്ട് ആള് കുറച്ചും കൂടി ഒന്ന് ഈസി ആയി. അതിനുശേഷം ടാസ്ക് തുടങ്ങിയപ്പോ നെവിൻ ടാസ്കിനിടയിൽ ബിഗ് ബോസ് പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്ക് ടാസ്ക് വന്ന് ഞാൻ കളിക്കും എന്നുള്ള രീതിയിൽ കുറച്ച് കാശ് മാറ്റി കൊണ്ടുപോയി. 350 രൂപ. അതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് ഫസ്റ്റ് ടാസ്കില് സാബുമാൻ ആയിരുന്നു കിട്ടിയത്. എല്ലാവർക്കും പിന്നെ ഈ 1000 ഒക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നെവിന്റെ പൈസ ഡിവൈഡ് ചെയ്തു. അതിലേക്ക് അനുമോൾ ചോദിച്ചു പഠിച്ചു 100 പേര് വെച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്, അക്ബറിനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ടാസ്ക് അവിടെ കഴിഞ്ഞു. ആ ടാസ്ക് കഴിഞ്ഞിട്ടാണ് മറ്റേ സാധനം വന്നത്. ഏത് ഇവരെ ലക്ഷറി ബഡ്ജറ്റ് വന്ന സമയത്ത്, റേഷൻ വന്ന സമയത്ത് അതിനകത്ത് ചെക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ ഭാഗ്യം എന്ന് ആലോചിക്കും. ഇവൻ അറിഞ്ഞിട്ട് പോയിട്ട് മറ്റതൊക്കെ ഇവൻ അറിഞ്ഞ് ഈ സീസണില് വാവ് പഠിപ്പിച്ച സാധനങ്ങൾ ഉണ്ട് നെവിൻ. ഇതറിയാതെ പോയിട്ട് ആ സാധനം കൃത്യമായി നോക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, ബ്ലഡി ലക്കാണ് ഇവന്റെ സാധനം. പിന്നെ സാധനം എടുക്കുന്നു, ഇവൻ നേരെ പിടിച്ചത് അക്ബറിന് കൊടുക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ ആദില പ്രവോക്ക് ചെയ്തില്ലെങ്കിൽ രീതിക്കാണ് വാശിക്ക് മേടിക്കും ചെയ്തു. അതാണ് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അക്ബറിനെ അങ്ങോട്ട് കൊടുത്തു 15,000 രൂപ. അക്ബർ പിആറിന് അത് ഇഷ്ടപ്പെടൂലോ, ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അത് വേറെ ആർക്കും കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അക്ബറിന് പൈസ കൊടുത്തത്. എല്ലാരും നാണം കെടുത്തി, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഓബ്വിയസ് ആണോ? അല്ല പിന്നെ സാധനം കിട്ടിയ അക്ബറിന് കൊടുക്കില്ല. എന്റെ ആ പൈസ 350 രൂപ കൊടുത്തപ്പോ അക്ബറിന് കൊടുക്കാൻ അക്ബറിന് കിട്ടിയില്ല. അപ്പൊ അതിന് 350 രൂപയിൽ 10 രൂപ പിന്നെ ഇങ്ങനെ ഈ 15,000 എങ്ങനെ കൊടുക്കുക? 15,000 കൊടുത്തില്ലേ? 15,000 കൊടുത്തത് അത് അവരോടുള്ള വാശിക്ക് കൊടുത്താണ്, അല്ലാതെ അക്ബറിന്റെ ആയോണ്ട് മാത്രമൊന്നല്ല. 350 എന്താ അനുമോൾ കൊടുക്കേണ്ട കാര്യം, അതിലേക്ക് കൊടുക്കേണ്ട കാര്യം. അപ്പുറത്തെ ടീമിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഈ ടീമിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഈ ടീമിനെ ആക്സെപ്റ്റ് ചെയ്തില്ല, അല്ലാതെ അതങ്ങനെ നെവിൻ കൊടുത്തത് അങ്ങോട്ട് കൊടുത്തു, അത് അക്ബർ അങ്ങനെയൊന്നുമില്ല. അക്ബർ ആയതുകൊണ്ട് നെവിൻ കൊടുത്തു, ഇനിയും കിട്ടിയ അക്ബർ തന്നെ നെവിൻ കൊടുക്കൂ. സിമ്പിൾ ആണ് ആ കാര്യം. അതിനെ പറഞ്ഞ അവർക്ക് കൊടുക്കാത്തോണ്ടാണ് കൊടുത്തതെന്ന്. അക്ബർ ബിആർ ഇങ്ങോട്ട് പൊട്ടി ഒലിക്കി നോക്ക്. ഇന്നും എന്റെ ഫോൺ എടുത്തിട്ട് പൊട്ടിയിരിക്കും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം മണി കിലുങ്ങുന്ന ടാസ്ക് അല്ലെ. ഈ ടാസ്ക് കണ്ടാക്കി അർജുനും ശ്രീധുനാവും. അവര് പൊളിച്ചിന്നാണ് ടാസ്ക് കഴിഞ്ഞ സീസണിലാണ് അടിപൊളിയായിരിക്കും. അപ്പോ ഈ ടാസ്ക് 25,000, അതായത് ഇന്ന് ടോട്ടൽ 19,000 രൂപ ബിഗ് ബോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ആദിലേന്റെ കരച്ചിലാണ്. അതിലെ സങ്കടപ്പെട്ട് അതിലെ പ്ലാൻ ചെയ്ത് വന്ന് നെവിൻ പോയി കളിയാക്കുന്നുണ്ട്, നൂറ അതിലേനെ കളിയാക്കുന്നുണ്ട്, ആദിലിന്റെ ട്രോളന്മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജോൺമോൻ അതിന്റെ പെട്ടിമ പിടിച്ച് പോണോ അതിലെ ഫോട്ടോ വെച്ച് പോണതിൽ സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രിപ്പയർഡ് ആയിരുന്നു അതിലെ. ബിഗ് ബോസ് പൊളിച്ച് തവിട് പൊടിയാക്കി കൈ കൊടുത്തു. ചേച്ചിയൊക്കെ കഷ്ടപ്പെട്ട് ഉള്ളിൽ കയറിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാം പാളിപ്പോയി, ഒരു വായിക്ക് നടന്നില്ല സംഗതി. ഇനിയിപ്പോ ഒരു വഴിയില്ല. എന്നിട്ടും അതിലേക്ക് 25 കിട്ടിട്ടോ. ആ വാശിക്ക് കളിച്ച് കിട്ടിയത് 25. ഒറ്റക്കാലുമ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്ത് സാധനം ഏതെടുത്ത്. അവിടെയും നമ്മളുടെ വയ്യായികളുള്ള ഷാനുക്ക ലാസ്റ്റ് വരെ പിടിച്ചു കളി. അതുവരെ അയാള് നിന്നിട്ടുണ്ട്. അയാൾക്ക് നിന്നാ സാവുമാനോ രണ്ടാമതോ ഒറ്റ പോയിന്. സാവുമാൻ പിന്നെ അങ്ങനെയാണല്ലോ, സാവുമാൻ ഇതൊന്നും ആവശ്യമില്ല, എന്നാലും സാവുമാൻ തുടരും. ഓക്കെ, അപ്പൊ അങ്ങനെ അതിലേക്ക് കിട്ടി. അതിലേക്ക് അത് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മള് കണ്ടത് അടുക്കള ഫൈറ്റിന്റെ തുടക്കമായിരുന്നു അല്ലെ. നൂറയ്ക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എന്ത് ടിക്കറ്റ് ഫിനാലേക്ക് കിട്ടി എന്നുള്ളത്. നൂറ പലപ്പോഴായിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എങ്ങനെയാ പടച്ചോനേക്ക് ഇത് കിട്ടിയത്. ഒരു ടോപ്പ് 5 ഗസ് പറഞ്ഞു പറയാലോ, ആയല്ലോ ഏകദേശം. നൂറ് ഓൾറെഡി. അനീഷ് ടോപ്പ് 4 പറഞ്ഞാൽ 5 നൂറ്. അനീഷ്, അക്ബർ, അനുമോൾ, ഷാനവാസ്. അനീഷ്, അക്ബർ, അനുമോൾ, ഷാനവാസ്, നൂറ. അബി പറ. ബിഗ് ബോസിന്റെ അടുത്ത് വെച്ചിട്ട് ഫസ്റ്റ് സാമോ ഉണ്ടാവും.
സാബുമോൻ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ മൂപ്പര് അവിടെ സാബുമോൻ, അനുമോൾ എന്തായാലും ഉണ്ടാവും. അനുമോള്, രണ്ടാളെ ഇതുള്ളൂ. ബാക്കിയൊക്കെ ബിഗ് ബോസ് എന്നാലും 3 പറ. നൂറ, 2 പറഞ്ഞോ. പറ്റൂല. നൂറ ഓൾറെഡി എത്തി. ഇനിയിപ്പോ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും എത്തി. ഞാൻ അടുത്ത 2 പറയാം. അതിലെ ഓ പറയൂപ്പോ. അക്ബർ ഉണ്ടല്ലോ, അക്ബർ, പിന്നെ ആൾക്കാരാണല്ലോ. പിന്നെ ഒരാൾ കൂടി പറയാം. അക്ബറിന് മുട്ടയാണ്. അങ്ങനെയാണെങ്കിൽ മലപ്പുറംകാരൊന്നും വന്നോട്ടെ. ഷാനവാസ്. പ്രവി പറഞ്ഞ അനീഷ്, അനുമോൾ, പിന്നെ നൂറ. നൂറ ഈ എന്തിനാ ആലോചിക്കുന്നത്? നൂറ ഓൾറെഡി ഉള്ളതാണ്. ഷാനുക്ക, അനീഷ്, പിന്നെ അനീഷ് പറഞ്ഞല്ലേ, ഷാനവാസ്. ഇതൊക്കെയാണ് ഇവരുടെ ടോപ്പ് 5 കേട്ടോ. നീ പറയൂ. ഞാനോ? നൂറ ടൈറ്റിൽ വിന്നർ. അനുമോൾ മേ ബി റണ്ണർ അപ്പ്. അപ്പൊ നമ്മുടെ അനുമോളിന് വേണ്ടി കഷ്ടപ്പെടുന്ന PR-കളൊക്കെയോ? എനിക്കറിയാൻ പാടില്ല. അനുമോൾ മേ ബി റണ്ണർ അപ്പ്. അനുമോൾ മേ ബി റണ്ണർ അപ്പ് ഓർ ലൈക്ക് ഫസ്റ്റ് റണ്ണർ അപ്പ്. ചിലപ്പോ അനുമോൾ ആവാം, അനീഷ് ആവാം. ഇറലവന്റ്. ടൈറ്റിൽ നൂറ കിട്ടിയില്ലോ. സ്റ്റിൽ ഞാൻ പറയാണ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാളായിരിക്കാം. അപ്പൊ ഒന്ന് നൂറ, സെക്കൻഡ് ആൻഡ് തേർഡ് പിന്നെ സ്വൈപ്പ് ചെയ്തോളൂ നിങ്ങള്. അനീഷോ അനുമോക്ക് കൊടുത്തോ. പിന്നെ 5 ഷാനവാസ്, 3 ആയിട്ടുള്ളൂ. ഫോർത്ത് മേ ബി നെവിൻ. മനസ്സ് പറയുന്നുണ്ട്. നെവിനോ? ഇല്ല, നെവിൻ. ഫോർത്ത് നെവിൻ, ഫിഫ്ത്ത് ഷാനുക്ക. അക്ബറോ? അക്ബർ ഇല്ല, അക്ബർ വരില്ല. ചേട്ടാ അക്ബർ വരില്ല, അക്ബർ അയ്യോ എന്താ വരില്ല. എന്റെ മനസ്സ് പറയുന്നത് അക്ബർ വരില്ല. പിന്നെ എന്താ പറയാ, അക്ബർ വരില്ല. ചതിയാവും. എന്റെ മനസ്സ് പറയുന്നേ അക്ബർ വരില്ല. എന്തെങ്കിലും ചെയ്യാൻ പറ്റും? പറയാൻ പറ്റില്ല. നല്ല കളിക്കാരനാണ്. അതന്നെ, അത് ശരിയാ. കാരണം എന്താ പറയുന്നത്, വോട്ട് ഞാൻ വോട്ട് കമ്മി. അതന്നെ പറഞ്ഞ വോട്ട് കമ്മി. എടാ വോട്ട് കമ്മി, ഓടിച്ചാൻ കൊടുക്കണില്ലെങ്കിൽ ഞാൻ പറഞ്ഞു വോട്ട് കമ്മി. അക്ബർ ഇല്ല, അക്ബർ പോയി. ഞാൻ പ്രതിഷേധിക്കും. ഈ അതോടുകൂടി പിന്നെ നിർത്തൂല. കുറച്ചൊക്കെ ഒരു മാന്യത ഉണ്ടെന്ന് വിചാരിച്ചു. ആരും ഒഴിവാക്കിട്ട് കൂടി ഇതിലൊരു ഓന് ലക്ഷ്മി പോയപ്പോ പൊളിച്ചതാ. ഇപ്പൊ ആരും പോയപ്പോ പരിപാടി ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അല്ല ഓബിയസ്ലി ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറയലുണ്ട്, ആരും വോട്ട് കുറവാണ്. ഗെയിം കളിച്ചാൽ പോരല്ലോ, കുറവല്ലേ വോട്ട്. പിന്നെ മാത്രല്ല സാബുവിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് വേണ്ടി വോട്ട് മറക്കലും പിടിക്കലും തിരിമറി പരിപാടികൾ വേറെ ബിഗ് ബോസിന്റെ കളികളുണ്ട്. എടാ മോനെ, ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ വേറെ സീൻ എന്താ അറിയോ? ഇതിന്റെ ഒരു മോസ്റ്റ് മെജോറിറ്റിയും കിടക്കുന്നത് ഇന്ത്യയുടെ പുറത്താണ്. മനസ്സിലായി? ഇന്ത്യന്റെ പുറത്തുനിന്നുള്ള ഭയങ്കര ഒരു മെജോറിറ്റി അവർക്കൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ നോക്കിക്കോ, കമന്റ് ബോക്സിനകത്ത് ജെന്യൂൻ ആയിട്ട് കമന്റ് ഇടുന്ന പലരും എബ്രോഡ് ഉള്ള പ്രവാസികളാ. അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കമന്റ് ബോക്സിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? സപ്പോർട്ട് കാണുന്നുണ്ട്. അത് വോട്ടാവൂല. സപ്പോർട്ട് ഏറ്റവും കുറവുള്ള ആളായില്ലല്ലോ, അതിന് നല്ല വോട്ടുണ്ട് നല്ല പറയണേ. ആര്? ഞാൻ പറയണോ? അനുമോളോ? അനുമോൾക്ക് 11-12 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. അത്രയും കൊല്ലത്തെ ആൾക്കാർ, അമ്മമാരും മക്കളും കുട്ടികളും പേരക്കുട്ടികളുണ്ട്. എത്ര ഫാൻ പേജുകളുണ്ട്. ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണാം. അതിന് എത്ര വോട്ട് വരും? എന്താ പറയണത്? ഇവിടുന്ന് വോട്ടിട്ടില്ലെങ്കിൽ ഹിന്ദിന്നും പഞ്ചാബിന്നും തെലുങ്കുന്നും കന്നഡയിൽ കൊണ്ടുവരും വിനു. തമിഴ്നാട്ടിൽ നിന്ന് ചെന്നൈയിൽ അവിടെ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എല്ലാരെ കൊണ്ടും ചെയ്യിക്കും. അഖിൽമാരാര് പറഞ്ഞത് കേട്ടില്ലേ? ശോഭ അടക്കമുള്ള അവര് ആര്യന് വേണ്ടിയിട്ട് മറ്റേ ഇവന്റെ അടുത്ത് വിനുവിന്റെ അടുത്ത് PR-ന് പോയി ചോദിച്ചതാണ്. വിനു പറഞ്ഞേ അനുമോളുണ്ട്. അല്ല, ഇന്ന വിനു ആണ് ആര്യനെ വിളിച്ചെന്നേ. ആ സ്കീമുണ്ട്. ഞാൻ ആര്യനായിട്ട് ആദ്യം സംസാരിക്കുന്നത് വിനു ഇന്ന കോൺഫറൻസ് കോൾ ഇടുമ്പോഴാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആര്യനോട് ഫസ്റ്റ് സംസാരിക്കുന്നത്. അപ്പോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ വിനുവിന് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സീസണിൽ എല്ലാരും വിനുവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വിനു ചെയ്തത് അല്ല, അതിനൊരു കള്ളത്തരമില്ല. PR ആയതുകൊണ്ടാണ് അയാളടുത്ത് പോയി കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അയാളടുത്ത് പോയി കോണ്ടാക്ട് ചെയ്ത ആളുകൾക്ക് PR വേണമെന്നുള്ളതാണല്ലോ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ അയാളെ കിട്ടിയില്ലെങ്കിൽ അവര് വേറെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ അവര് PR ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ എവ്രിവൺ ഹാവ് PR. അതിന്റെ റേറ്റ്സ് ഡിഫറെന്റ് കാണും, നെഗോസിയേഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ക്ലിയർ ആയി. ആരത്? ഇവന്റത് ക്ലിയർ ആവാൻ കാരണം എന്താ? ഈ ചെങ്ങായിന്റെ അടുത്ത് എല്ലാരും അപ്രോച്ച് ചെയ്തതുകൊണ്ട് ഈ ചെങ്ങായി ആണ് PR ചെയ്യണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇവനാണ് PR ചെയ്യണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആൻഡ് ഇവൻ ചിലപ്പോ പറഞ്ഞും കാണും വിനു എന്ത് അനുമോളെ PR എടുക്കണം. ഇനിയിപ്പൊ അനുമോളെ PR എന്ന് വിനു പറയണ്ട.
അനുമോള് ചിലപ്പോ പറഞ്ഞു 10 ഫ്രണ്ട്സിനോട് മനസ്സിലായി. ഇവരാരെ പി ആറും ഇവൻ എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് ഓബ്വിയസ് അത് അനുമോളെ പി ആർ എന്നുള്ളത്. ഓക്കെ, എന്നാ ഈ പി ആർ ഒന്നും അല്ലെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര ഞാൻ പറയുന്നത് വേസ്റ്റ് മോശം എന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ നമ്മളെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി വരെ പി ആറിന്റെ മുകളിലാണ് ജീവിച്ചു പോകണം. എന്തിന് ഈ ഷോ ചെയ്യണ ലാലേട്ടന് വരെ പി ആർ വേണം. ദിസ് ഷോ ഇറ്റ് സെൽഫ് എ പി ആർ അല്ലേ? പി ആർ അത്ര മോശമുള്ള പരിപാടിയില്ല. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരെ അത്ര അല്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, നാട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് വോട്ട് ചെയ്യണം. അത് ചെയ്യൂല, അത് ചെയ്യൂല. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ഇതൊക്കെ മാനിപ്പുലേഷൻസ് കണ്ടിട്ട് ഈ പി ആർ ശരിയാണല്ലോ അടുത്ത കമന്റ് ഫുള്ള് അതെ ഒരു വീഡിയോ ഫുള്ള് കാണില്ല. ഈ പി ആർ ചെയ്യണ മെയിൻ പരിപാടി പറഞ്ഞില്ല. ഈ പി ആറിന് ഒരു വീഡിയോന്റെ ക്രെഡിബിലിറ്റി, ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളുടെ ക്രെഡിബിലിറ്റി പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോ തന്നെ വന്നിട്ട് നീ അനുമോളെ പറയുമ്പോളാ നാറി, നീ അനുമോളെ പറയുമ്പോളാ തെണ്ടി, എടാ ഏജന്റ് നീ കഴിഞ്ഞ സീസണിൽ എന്താടാ ചെയ്തത്, എടാ ഏജന്റ് എടാ മൊണ്ണെ നീ മറ്റേ പെട്ടി എടുത്ത് ഓടിയില്ലടാ പേടിത്തൂറി. ഒരു തന്നെ കമന്റാ, നീ പെട്ടി എടുത്ത് ഓടിയ പേടിത്തൂറി അല്ലടാ. എടാ ഇവന്മാര് പൊട്ടന്മാരാണോ? പെട്ടിക്കകത്ത് 5 ലക്ഷം രൂപ ഉണ്ടായിരുന്നേ, 5 പൈസ ബാങ്കിൽ ഇല്ലാത്ത നാറിയാവും ചിലപ്പോ ഈ പേടിത്തൂറി നിന്നെ വിളിക്കുന്നത്. വാങ്ങണവനാവൂത്. എന്നിട്ട് ഈ കമന്റ് ആദ്യം ഇടും, പിന്നെ വീഡിയോ കാണാൻ വരുമ്പോ ആദ്യം കമന്റ് ബോക്സ് ആണ്. എന്നിട്ട് ഈ കമന്റ് വായിച്ചിട്ട് ആ പെർസ്പെക്റ്റീവിലാണ് ഞാൻ വീഡിയോയിൽ എന്ത് പറയണമെന്നില്ല. ഇതാണ് ഇവിടുത്തെ പി ആർ ഗെയിം. ഒരു പി ആർ ഗെയിം ഇതാണ്, ഒരു പി ആർ ഗെയിം ഇതാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത വോട്ടിന്റെ പി ആർ ഗെയിം ഞാൻ പറഞ്ഞില്ല. പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് വോട്ട്, അതായത് ന്യൂട്രൽ സാധനങ്ങള്, വോട്ടിന് പൈസക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇതിന് കുറെ സ്ക്രീൻഷോട്ടും സാധനങ്ങളും ഉണ്ട്. എന്തിന് ഇനി ഞാൻ കുറെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ തന്നെ ചിലപ്പോ ഈ സീസൺ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പല കണ്ടസ്റ്റൻസിന്റെയും അവരുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ വോയിസ് അടക്കം ചിലപ്പോൾ പുറത്തു വരാനുള്ള ചാൻസ് നല്ല ചാൻസ് ഉണ്ട്, ഹൈ ചാൻസസ് സാധ്യത. പക്ഷെ അവർക്ക് കപ്പ് കിട്ടണം, പക്ഷെ അതൊക്കെ അങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പി ആർ എന്ന് പറഞ്ഞ പരിപാടി അത്ര മോശപ്പെട്ട പരിപാടിയല്ല. മോശപ്പെട്ട പരിപാടി ആവുന്നത് എപ്പോഴറിയോ? ഒരു കണ്ടസ്റ്റന്റിനെയോ ആ കണ്ടസ്റ്റന്റിന്റെ ഫാമിലിനെയോ ആ കണ്ടസ്റ്റന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിനെയോ ഒക്കെ ബാഡ് രീതിയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, വേറൊരാൾക്ക് വേണ്ടി ബാഡ് രീതിയിൽ ഹിറ്റ് ചെയ്യുമ്പോൾ, ലൈക്ക് ലാസ്റ്റ് സീസൺ അത് പണിയാണ്. ഈ സീസണിൽ എന്താണെങ്കിലും അത് നടന്നിട്ടില്ല ഒരു പരിധി വരെ അല്ലേ? ഇല്ല അത്ര നടന്നിട്ടില്ല. അത്ര ഇല്ലെങ്കിലും അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയാം, അനുമോളുടെ എക്സിന്റെ കാര്യം അത്ര ഹിറ്റായില്ല. ആദിലാനോറേനെ വേണമെങ്കിൽ അവർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഈ സീസണിൽ എന്താ നമ്മളെ പോലുള്ളവര്, ഞാൻ അതിൽ ഭയങ്കര പ്രൗഡാ. ഇരുന്ന് പറയുന്നുണ്ട് എന്ത് ഹിറ്റ് ചെയ്താൽ, അങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചാൽ ജനങ്ങളത് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നവരെ പിടിച്ച് എക്സ്പോസ് ചെയ്യും. അതൊരു പരിധി വരെ നമ്മുടെ വിജയമാണ് അല്ലേ? അതായത് ഇന്റെ വിജയം എന്നല്ല, നമ്മുടെ എല്ലാരും ഒരു ന്യൂട്രൽ ക്രൗഡിന്റെ വിജയമാണ് നമ്മളാ ചെയ്യുന്നത്. നമ്മളിപ്പോ ആൾക്കാരെ മാനിപ്പുലേറ്റ് ആവണേ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ല ഈ ഷോയില് ഞാൻ പറഞ്ഞല്ലോ, മാനിപ്പുലേറ്റ് ആവണോനും അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരെ നമുക്ക് പറഞ്ഞെടുത്താൽ പറ്റും. ഇപ്പൊ റിയൽ ലൈഫിൽ മാനിപ്പുലേറ്റ് ആവുന്ന ആൾക്കാരുണ്ടാവും, അവരെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മാറ്റിക്കാൻ പറ്റും? ഇല്ല, മാറ്റിക്കാൻ പറ്റില്ല. ലെറ്റ് ദം മാനിപ്പുലേറ്റ്, ഗെറ്റ് മാനിപ്പുലേറ്റ്, നോ വറീസ്, ആയിക്കോ, വിഷയമല്ല. അതെ, എനിക്ക് ആ പറയാനുള്ളത്, ഈ ഷോ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ തീരണം. അല്ലാതെ അല്ലെങ്കിൽ എല്ലാവരും രേണുസുധീനെ കണ്ടുപിടിക്കണം. ഷോ കഴിഞ്ഞു 36 പോയി, 36 മുമ്പ് പരിപാടി നോക്കി ദുബായി പോയി, ജോളി. ഇനി രണ്ടാമത് റീ എൻട്രിക്ക് വരുമ്പോഴാവും നമ്മൾ രേണുസുധീനെ കാണുന്നത്. അത് ചിലപ്പോ ഫയറാ, അത് ചിലപ്പോ ഫയർ ആവാനുള്ള ചാൻസിലാണ്. ഇപ്പൊ കളി മനസ്സിലായിട്ടുണ്ടാവും, ഒരു കത്തിക്കലുണ്ടാവും 36. ആ സാധനം ഇപ്പോഴും ഓർമ്മ വരുന്നത്. ഞാനിവിടെ ബിഗ് ബോസിൽ കേറില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയുള്ള കൊട്ടാണ് ഞാൻ ഈ കയറിയത്. രണ്ടാമത്തെ രേണുസുധീന്റെ എൻട്രി ആലോചിച്ചേക്ക്, സുധിച്ചേട്ടാ ഞാൻ വീണ്ടും വന്നു സാധനം. അപ്പൊ ഓക്കെ ഗൈസ് അല്ലെ, നാളത്തെ അടി നമുക്ക് അടുക്കളയിൽ നിന്ന് കാണാം. അതും പട്ടാഗേൾസിന്റെ ഉള്ളിലുള്ള അടി. ഭക്ഷണം കയ്യിൽ വെച്ച് അനുമോള് കരയുന്നുണ്ട്. കമോൺ, അതിലേക്ക് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം പണപ്പെട്ടി ഇല്ലല്ലോ, പെട്ടിയില്ല, അതിന്റെ കരച്ചില് അതിലേക്ക് ഉണ്ട്. എന്നാലില്ല, അക്ബറിനും നെവിനും സന്തോഷമായിട്ടുണ്ടാവും. കാരണം എന്താ, അടിയാണല്ലോ ഇവിടെ. അടി കിച്ചണില് അനുമോള് വന്ന എല്ലാവർക്കും ഒരുപോലെ കൊടുക്കും, വെച്ച് വിളമ്പും. അൾട്രാ പ്രോ മാക്സ് കുലയാണ്, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. അതെ. അപ്പൊ അത് അനുഭവിക്കും. പൈസ വാങ്ങണേന് പണിയെടുക്കണില്ലേ? എന്ത് ബിഗ് ബോസ് കൊടുക്കുന്ന പൈസക്ക് പണിയെടുക്കാൻ വർക്ക് ചെയ്യണ്ടേ? ബാക്കിയുള്ളവരൊക്കെ പിന്നെ പണിയില്ലല്ലോ. അതങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണോ? അങ്ങനെയാണ് വേണ്ടത് PR-നൊക്കെ. അപ്പൊ ഓക്കെ, ബൈ.